വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആമണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിപ്പോഴേ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഗുളിക്കടവിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്, കാരണം നമുക്ക് അർജൻറ്റായിട്ട് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്, നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു രീതിയിൽ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ അവിടെ കൂടി ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഹായ് പറ, ഹായ് ഹായ് ഹായ്. ഞങ്ങൾ ടാറ്റ് പോവാ അല്ലേ? അപ്പൊ ടാറ്റ് പോവാന്ന് പറ. അപ്പൊ എന്തായാലും നമുക്കിനി ഫോൺ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോവാ കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കാര സിറ്റി ആണ് കേട്ടോ. അപ്പൊ ഇരുട്ടായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ തന്നെ അടുത്തായിട്ടൊരു പള്ളി ഉണ്ട്. ക്രിസ്ത്യൻ പള്ളിയാണേ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കും. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞല്ലോ, 8:30 ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. ആൾക്കാരൊക്കെ പതുക്കെ പോയി തുടങ്ങി. ഇവിടെ ചെറിയൊരു കയറ്റാണേ. ഈ ഒരു കയറ്റും കയറി പിന്നെ നമ്മൾ നേരെ പോണത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലമാണേ. അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ടേ. അതേപോലെ നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ വിഷ്ണു ക്ഷേത്രം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് പൂജക്കദളിയുടെ വിത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു അമ്പലം, ഈ ഒരു അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് ഒരു വിത്തൊക്കെ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നല്ല ഉത്സവമൊക്കെ നടക്കുന്ന ഒരു അമ്പലം തന്നെയാണേ. നമ്മൾ ഗുളിക്കട പോകാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാഴ കെട്ടില്ല കേട്ടോ, നമുക്ക് കുറച്ചുകൂടി കെട്ടാനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കയറാണെങ്കിൽ തീരുകയും ചെയ്തു. നമ്മുടെ ഇവിടെ അടുത്ത് ഒമ്മല ഓടപ്പിട്ട് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കയർ അന്വേഷിച്ചപ്പോൾ കയറൊക്കെ തീർന്നു പോയിട്ടോ കടയിൽ. അപ്പം എന്നാലും നമുക്കിനി ഗുളിക്കടവ് പോകാതെ രക്ഷയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ മെയിനായിട്ട് നമ്മൾ പോകാൻ ഇപ്പോൾ ഉള്ള മെയിൻ കാരണം. അപ്പോൾ എന്തായാലും കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. ഇത് ഗുണ്ടിയൂര് എന്ന് പറയുന്ന സ്ഥലമാണേ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കുറെ. നല്ല ലാവിഷായിട്ട് കാഴ്ചയൊക്കെ കണ്ടു പോവാണേ. തണുപ്പുണ്ടോ പിന്നെ? വാ വാ വാ, തലക്കുള്ളിലിടുക. അതേപോലെ നമ്മൾ ഇതേപോലെ രാത്രി ട്രാവൽ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു റോഡ് എന്ന് പറയുമ്പോൾ 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വനങ്ങളാണല്ലോ. പിന്നെ താഴേക്കൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം വനം തന്നെയാണ്. അപ്പം രാത്രിയൊക്കെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ചില ആനിമൽസിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മാനൊക്കെയായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഈ ഒരു ഭാഗത്തും കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. തണുപ്പ് നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ തുടങ്ങുന്ന ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം പകലൊക്കെ ആയാലും ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ഇവിടേക്കൊക്കെ ആയാലും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഇറങ്ങി തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളെക്കാട്ടിലും കൂടുതലായിട്ട് ഈ ഒരു താഴേക്കൊക്കെ ആയാലും റിസോർട്ടുകളുണ്ട് കേട്ടോ. ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നതും ഒക്കെ ആയിട്ട് ഒത്തിരി റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേന് കാഴ്ചകൾ നേരെ കുറച്ച് വ്യത്യാസം വരാൻ തുടങ്ങി കേട്ടോ. അതായത് 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇല്ലിക്കൂട്ടങ്ങളായി തുടങ്ങിയിട്ടുണ്ടേ. അങ്ങനെ ഈ ഇല്ലിക്കൂട്ടങ്ങളൊക്കെ കടന്ന് നമ്മളിതാ ഏകദേശം കറക്റ്റ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഗുളിക്കടവ് എത്താൻ വേണ്ടി തന്നെ നമുക്ക് ഈ ഒരു ഇറക്കിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഗുളിക്കടവ് ടൗണിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അതൊക്കെ പോവാം. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലേക്ക് നന്നായിട്ടുണ്ട്. ഇപ്പോൾ റോഡൊക്കെ ആയാലും അത്യാവശ്യമൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സിനിമാ തിയേറ്റർ ഉള്ളത്. എന്തായാലും നമ്മുടെ ഗുളിക്കടവിൻ്റെ ഒരു ഹൃദയഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഒരു തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു ഗുളിക്കടവ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ടൈമിലൊക്കെ ഈ ഒരു നൈറ്റ് ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല ശാന്തമായിട്ട് നല്ല കാമായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ യാത്ര പെട്രോൾ പമ്പിനെ ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് പെട്രോൾ പമ്പ് 2 എണ്ണം ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഒരു പമ്പിലേക്കാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു ബോർഡ് കണ്ടോ, മൈ 4G. അപ്പോൾ അത് നമ്മുടെ ഒരു ഫോൺ കടയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കടയിൽ നിന്നാണ് നമ്മുടെ ഫോണൊക്കെ എടുക്കാറുള്ളത്. അതേപോലെ നമ്മുടെ ഫോണൊക്കെ സർവീസ് ചെയ്യാറുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളി തന്നെയാണ്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് പെട്രോൾ വാങ്ങിക്കാനുണ്ട്. അതേപോലെ നമുക്ക് വണ്ടിയിലാണെങ്കിലും പെട്രോൾ അടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത് രണ്ടും ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തായാലും തിരക്കൊന്നും ഇല്ല കേട്ടോ പമ്പിലൊന്നും.
ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാനുണ്ട്. അപ്പോൾ നല്ല നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും തിരക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ നഞ്ചിയമ്മയുടെ വീട്. ആ കാണുന്ന കേട്ടോ നമ്മുടെ നഞ്ചിയമ്മയുടെ വീട്. അതേപോലെ നമ്മളിപ്പോൾ ഗുളികട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കടയാട്ടോ, നമ്മുടെ പച്ചക്കറി കടയാണിത്. ഇപ്പോൾ ഒരു കടയൊക്കെ ഇപ്പോൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൂടുതലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ മൈഫോർച്ചി. നമ്മൾ മൈഫോർച്ചി കടന്നിരിക്കുവാണേ. അപ്പം നൈറ്റൊക്കെ നമ്മുടെ ഗുളികടവ് സിറ്റിയിലുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ നല്ല തണുപ്പും കോടയും മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ ജലദോഷം ചുമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കായാലും ഏട്ടനായാലൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞും കൂട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും സ്പ്രെഡ് ആവും. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ നമുക്കത് കാണിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തി തുടങ്ങി. നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോണത് അഗളി ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ്. അതെന്തായാലും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തിരക്കായിരിക്കും. നമുക്ക് നേരെ ഡോക്ടറെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. നല്ല തിരക്ക്, ഒരുപാട് തന്നെ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് വണ്ടി നല്ലൊരു സ്ഥലം നോക്കി ഒന്ന് പാർക്ക് ചെയ്യാം. എന്താ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടന് OP ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും പകുതിക്ക് വെച്ച് നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തോളി കിടത്തിയിരിക്കുവാണേ. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നൈറ്റ് ഫാർമസി ഓപ്പൺ അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മെഡിസിനൊക്കെ നാളെ പകൽ വന്ന് വാങ്ങിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടുണ്ടേ. നമുക്കിനി പോവാവേ. ആ പറഞ്ഞു പൊന്നെ എവിടെ വന്നിരിക്കണേ? വണ്ടികളൊക്കെ പോണ സൗണ്ട് ഇട്ട് മൂന്ന് പറയുവാണ്. പോവാ നമുക്ക്, ബാ പോവാ. പിന്നെ നേരെ വന്നത് നമ്മൾ ഫാർമസിയിലേക്കാണ്. അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് വന്നിട്ട് ബാക്കി മെഡിസിൻ വാങ്ങിക്കാണ്ട് തരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് രാവിലെ ഇത്രയും ദൂരം പിന്നെയും ട്രാവൽ ചെയ്ത് വരണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ മെഡിസിൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് കൂടാതെ നമുക്ക് വേറെ ഒരു മെഡിസിൻ വാങ്ങിക്കാണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ മൊയലിനുള്ള മെഡിസിനാണ്. അപ്പോൾ മൊയലിൻ്റെ മൂക്കിൻ്റെ അതേപോലെ തന്നെ കാലിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ രോമമൊക്കെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ അതിനുള്ള മെഡിസിനും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാവുന്ന നേരെ നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ കയറെടുക്കാനുള്ള നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നമ്മൾ വരുമ്പോഴത്തേനും ഏട്ടൻ്റെ കൂട്ടുകാരനാണിത്, നമ്മുടെ പൗലോസ് ഏട്ടായാണ്. അപ്പോൾ ആൾ ഞങ്ങൾ വരുമ്പോഴത്തേനും കയറൊക്കെ വാങ്ങിയതാ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ 3 ബണ്ടിൽ കയറാട്ടോ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് നാളെ തൊട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു വാഴകെട്ടൽ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഈ നടന്നു പോകുന്നത് വേറെ എങ്ങോട്ടില്ല, നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മുട്ടയും കടലയും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നതിനകത്ത് അതൊന്നും ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നാലും കഴിക്കാറുള്ളതിനാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ചായ കുടിക്കാം. നല്ല തണുപ്പത്ത് നല്ല ചൂട് ചായ കുടിച്ചാൽ അടിപൊളിയാണ്. എന്നാലും ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ഈ ഒരു തട്ടുകടയിൽ നൈറ്റ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു തട്ടുകട തന്നെയാണ്. അതെ, നമ്മൾ ചായയും അതേപോലെ തന്നെ പഴംപൊരി ആട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇതാ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തട്ടുകടയിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇവിടുത്തെ പള്ളി പെരുന്നാളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ കാണുന്നവരെ ബൈ.